പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞ ടേം തന്നെ മലയാളികൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയത് ഒരു പെർട്ടിക്കുലർ കേസിന് ശേഷമായിരിക്കും. 2021 കൊല്ലത്ത് ഒരമ്മ കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊന്നിട്ടുള്ള ഒരു കേസ് ഉണ്ടായിരുന്നു. ദിവ്യ ജോണി എന്നാണ് ആ ലേഡിയുടെ പേരുണ്ടായിരുന്നത്. അപ്പോൾ ആ കേസ് നിങ്ങൾ മറന്നുപോയോ എന്ന് എനിക്കറിയില്ല. വെറും 3-3.5 മാസം മാത്രം പ്രായമുള്ള സ്വന്തം മകളെ അമ്മ തലേണ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ് ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ന്യൂസോ കാര്യമോ ഒന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് ദിവ്യ ജോണി കൊല്ലം എന്നടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ 2021 ന്യൂസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ ഈ കുട്ടിയെ കൊന്ന ദിവ്യ ജോണി എന്ന് പറഞ്ഞ ഈ ലേഡിയുടെ അവരുടെ ലൈഫിലുണ്ടായ ആ ഒരു പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ്റെ സ്റ്റേജും അതിലേക്ക് എങ്ങനെ അവരെത്തി എന്നുള്ളതും ആ സിറ്റുവേഷനിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതും അതിനുശേഷം അവരുടെ ലൈഫ് എങ്ങനെയെന്നുള്ളതും ഒക്കെ ഞാൻ കണ്ടത് ശരിക്ക് ഐപ്പോളിക്കാടൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, ഇവരുടെ ഒരു ലൈഫ് സ്റ്റോറി പറഞ്ഞിട്ട്. ഐപ്പിൻ്റെ വീഡിയോയിലാണ് ഞാൻ ആദ്യം ഇവരുടെ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്നിപ്പോൾ ഈ ഒരു കോണ്ടൻറ്റ് എടുത്ത് സംസാരിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് ആക്ച്വലി ജോഷ് ടോക്കിൽ അവർ വന്നിട്ട് അവരുടെ ലൈഫ് സ്റ്റോറി പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു പെർട്ടിക്കുലർ വിഷയം ഇപ്പോൾ സംസാരിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലേഡി മരിച്ചിരിക്കുകയാണ്. ഓക്കെ, ഈ ലേഡി ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, അത് ന്യൂസിലൊന്നും ഭയങ്കര സംഭവമായിട്ട് വന്നിട്ടില്ല. എന്താണെങ്കിലും ഇവർ മരിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് വിഷയം, എങ്ങനെയാണ് വിഷയം എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും വലിയ ഐഡിയ ഒന്നും എവിടെയും വല്ല ക്ലാരിറ്റിയിൽ എവിടെയൊന്നും കൊടുത്തതായിട്ട് ഞാൻ കണ്ടില്ല. ഞാൻ വീണ്ടും ഇവരുടെ എന്തെങ്കിലും റീസെൻറ്റ് പോസ്റ്റുകളോ കാര്യങ്ങളോ ഉണ്ടോ, ഒരു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരുന്നു എന്നൊക്കെ നോക്കുന്ന സമയത്ത് ഗുഡ്നെസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിനകത്ത് ഇവരിങ്ങനെ ഈ ദൈവത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ബൈബിൾ വചനങ്ങളൊക്കെ പറയുന്ന ഒരു വീഡിയോ ചെയ്യുന്നതൊക്കെ ആയിട്ട് കാണാൻ ഇടയായി. അതൊരു മാസം മുമ്പുള്ള വീഡിയോസൊക്കെ ആ ഒരു പെർട്ടിക്കുലർ ചാനലിൽ കിടക്കുന്നുണ്ട്. അതല്ലാതെ പിന്നെ വരുന്നതൊക്കെ ഉള്ളത് പഴയ ഐപ്പോളിക്കാടൻ്റെ വീഡിയോ പ്ലസ് ഈ പറഞ്ഞ ജോഷ് ടോക്ക് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇവരുടെ വീഡിയോസ് കാണാനുള്ളൂ. ഞാനപ്പോൾ ഇവരുടെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടുമോ എന്ന് നോക്കിപ്പോയ സമയത്ത് ഇവരുടെ ഡിസ്കഷൻ വന്ന ഒരു ചാനലിൻ്റെ അടിയിൽ ഒരു ലേഡി ഇട്ട കമൻറ്റ് ഞാൻ കണ്ടു. ഞാൻ ഈ കുട്ടിയെ 2 മാസത്തിന് മുമ്പ് കണ്ടിരുന്നു. അപ്പോൾ വീണ്ടും കല്യാണം കഴിഞ്ഞു എന്നും 5 മാസം പ്രഗ്നൻ്റ് ആണെന്നും പറഞ്ഞു, നല്ല ഹസ്ബൻഡാണെന്നും വീട്ടുകാരും നല്ല സ്നേഹമാണെന്നും അങ്ങനെ കുറേ സംസാരിച്ചിരുന്നു. നാട്ടിൽ നിന്നും കണ്ണൂരിലേക്ക് പോകുന്ന വഴിയായിരുന്നു, നല്ല നിഷ്കളങ്കതയായ പെൺകുട്ടി. ഇങ്ങനൊരു കമൻറ്റ് ഞാനൊരു പ്രൊഫൈലിൽ നിന്ന് വന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ ഒരു പ്രൊഫൈൽ ഞാൻ ഇൻസ്റ്റയിൽ തപ്പിയെടുത്തിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. യൂട്യൂബിലാണ് ഞാനൊരു കമൻറ്റ് കണ്ടത്. സോ ആ ഒരു ഇൻസ്റ്റാഗ്രാം ID അവർക്ക് ഇതേ പേര് വെച്ച് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവർ റെസ്പോണ്ട് ചെയ്തില്ല. റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി അതിൻ്റെ കുറച്ചും കൂടി വിവരങ്ങൾ കിട്ടും. ഓൾറെഡി പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ വന്ന് 3.5 മാസം മാത്രം പ്രായമുള്ള മകളെ ശ്വാസം മുട്ടിച്ച് കൊന്ന ഒരമ്മ, പിന്നെ ആ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനെ കുറിച്ചിട്ട് അവർ അവയർനെസ് എന്നുള്ള രീതിയിൽ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ അവർ കടന്നുപോയ ആ ഒരു സ്റ്റേജ് എത്തിക്കാൻ വേണ്ടിയിട്ട് ജോഷ് ടോക്ക് അടക്കം പല സ്റ്റേജുകളിൽ അവർ ആ ഒരു രോഗാവസ്ഥയെ കുറിച്ചിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തി ഐപ്പോളിക്കാടൻ്റെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനിയൊരു കല്യാണവും ഇനിയൊരു ജീവിതവും അവർക്ക് താല്പര്യമില്ല, ഒറ്റയ്ക്ക് പോകാനാണ് അവർക്ക് താല്പര്യം. ഓൾറെഡി അവർ അന്ന് കല്യാണം കഴിച്ചിരുന്ന വ്യക്തിയിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങാൻ നിൽക്കായിരുന്നു എന്നുള്ള സംസാരങ്ങളൊക്കെ അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും നമുക്ക് ഐപ്പോളിക്കാടൻ്റെ വീഡിയോയും ജോഷ് ടോക്കിൽ ഇവർ സംസാരിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. പഠന വഴികളിലെല്ലാം മിടുക്കിയായിരുന്നു ദിവ്യ. നാട്ടുകാർക്കും പ്രിയങ്കരിയായിരുന്നു. അമ്മ നഷ്ടപ്പെട്ട അവൾക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയാമായിരുന്നുള്ളൂ. പക്ഷേ ഇന്നവൾ കൊലപാതകയാണ്. ഹിന്ദുവും വിവാഹമോചിതനുമായ ആയുർവേദ ഡോക്ടറെയാണ് ദിവ്യ ജോണി കല്യാണം കഴിച്ചത്. അർബുദ രോഗബാധിതയായ അമ്മയുടെ ചികിത്സാർത്ഥം പരിചയപ്പെട്ട ഡോക്ടറെ. എൻ്റെ ഒരു പ്രണയവിവാഹമായിരുന്നു ഇന്ന്. ഞാനൊരു MSc പഠിച്ച് നിൽക്കുന്ന ആ സമയത്താണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ പരിചയപ്പെടുന്നത്. നിയമപ്രകാരവും ഹിന്ദു ആചാരപ്രകാരവും കഴിച്ച വിവാഹ നാൾ മുതൽ അയാളുടെ വീട്ടിൽ അവൾ ഒറ്റപ്പെട്ടു. വിവാഹത്തിന് അധികം വൈകാതെ തന്നെ അവൾ ഗർഭിണിയായി. സന്തോഷത്തിന് പകരം സങ്കടമാണ്
അതിന് അവൾക്ക് നേരിടേണ്ടി വന്നത്. ആദ്യമേ അമ്മായിയച്ഛൻ പ്രശ്നം ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല, ഇപ്പോൾ ഒരു കുഞ്ഞ് വേണ്ട, ഇത് അബോർഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അമ്മായിയച്ഛൻ്റെ ഭാഗത്തുനിന്ന് പ്രഷർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു പറ്റത്തില്ല, ഒരു കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തന്നതാ, അതങ്ങനെ നശിപ്പിച്ച് കളയാനുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പൊട്ടിത്തെറിച്ച്. പ്രസവ സമയത്ത് ഭർത്താവിൻ്റെ സാമീപ്യം പോലും അവൾ അറിഞ്ഞില്ല. ഒരു കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു അമ്മയുടെ മാത്രം ഉത്തരവാദിത്വം ആവുന്നില്ല. ആ കുഞ്ഞ് ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കൽ പോലും അതിനെ ഒന്ന് എടുക്കുകയോ കളിപ്പിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരാൾ എന്തിന് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും കൂടുതൽ വിഷമം അഭിനയിക്കുന്നു? ഭർത്താവിൻ്റെ വീട്ടിൽ ശസ്ത്രക്രിയയിലൂടെ പ്രസവിച്ച പെണ്ണിന് കിട്ടേണ്ട ഒരു പരിഗണനയും അവൾക്ക് കിട്ടിയതുമില്ല. ഞാൻ പ്രസവിച്ച് 4ൻ്റെ അന്ന് കുഞ്ഞിനെയും കൊണ്ട് ആ വീട്ടിൽ ചെല്ലുമ്പോഴാണ് അവർ ആ കുഞ്ഞിനെ കാണുന്നത്. സെയിം കല്യാണ ദിവസത്തിൻ്റെ അതേ അവഗണനയായിരുന്നു ചെന്ന് കയറിയപ്പോഴും ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ദിവ്യ ജോണിയുടെ ഒരു എൻറ്റയർ ലൈഫിനെ കുറിച്ചിട്ട് അവർ ഐപ്പ് വള്ളിക്കാടൻ്റെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ കുട്ടിയുടെ അമ്മ ഈ കുട്ടിക്ക് ഒരു എന്താ പറയുക കുറച്ചുകൊണ്ട് വലുതായി ഒരു സ്കൂൾ കോളേജ് ടൈമിൽ തന്നെ അമ്മ അവരെ വിട്ട് പോയിട്ടുണ്ട്. സോ അങ്ങനെ വളർന്നൊരു കുട്ടിയാണ്. അത്യാവശ്യം നന്നായിട്ട് നല്ല മെറിറ്റിൽ പഠിക്കുന്നൊരു കുട്ടി. പെട്ടെന്ന് ഇതേപോലൊരു എന്താ പറയുക ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിക്കുന്നു, ജാതി മതമൊക്കെ വിട്. പക്ഷെ അതിനെ തുടർന്ന് ഉണ്ടായ ഒരു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒട്ടും സുഖകരമായിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞ സ്റ്റേജ് അത് അനുഭവിക്കുന്നവർക്ക് മാത്രം മനസ്സിലാവുന്നൊരു കാര്യമാണെന്നുള്ളത് ഞാൻ ഇതിന് മുമ്പ് 1-2 വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടീനെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏത് രോഗാവസ്ഥയാണെന്നുണ്ടെങ്കിലും എന്തായിരിക്കുമല്ലേ എന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആഫ്റ്റർ ദിവ്യ ജോണി അവരുടെ ലൈഫ് അവരുടെ സ്റ്റോറിയൊക്കെ അറിഞ്ഞതിന് ശേഷം ഞാൻ ആ വാക്കുകൾ തിരിച്ചെടുക്കുകയാണ്. ബിക്കോസ് ഒരുപാട് പേരുടെ ദിവ്യ ജോണിയുടെ വീഡിയോയുടെ നിങ്ങൾ ഐപ്പ് വള്ളിക്കാരൻ്റെ വീഡിയോ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഏത് വീഡിയോ ആണെങ്കിലും അതിനടിയിൽ ഒരുപാട് സ്ത്രീകൾ ഇട്ടുള്ള കമൻറ്റ്, ഒരുപാട് അമ്മമാരിട്ട കമൻസ് ഉണ്ട്. ശരിക്കും നമ്മുടെ സൊസൈറ്റി, നമ്മുടെ സിസ്റ്റം അതാണ് ശരിക്കും ഒരു ലേഡിയെ ഈ നിസ്സഹായാവസ്ഥ, ഈ രോഗാവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ നിസ്സഹായമായൊരവസ്ഥയാണ്. ഇപ്പോൾ ആ ലേഡി പറഞ്ഞു വെച്ച വാക്കുണ്ട്, ദിവ്യ ജോണി പറഞ്ഞു വെച്ച വാക്ക്, ഒരു കുട്ടി എന്ന് പറയുന്നത് ഒരു അമ്മയുടെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല. ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അച്ഛൻ, അമ്മ, അവരുടെ ഗ്രാൻഡ് പാരൻസ്, ചുറ്റുപാടുമുള്ള നൈബേഴ്സ്, മൊത്തം സൊസൈറ്റിയിലേക്കാണ് ഒരു കുട്ടി ജനിച്ചു വീഴുന്നത്. ഓക്കെ, ഇവിടെ സാധാരണ രീതിയിൽ ഞാൻ പലപ്പോഴായിട്ട് ഞാൻ വളരുന്ന സ്റ്റേജിൽ എൻ്റെ വീട്ടിലും എൻ്റെ ചുറ്റുപാടും നമ്മൾ ഇടപഴകുന്ന ആളുകളും ഇപ്പോഴും ഒക്കെ പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യമുണ്ട്. അവളെ കുട്ടീനെ മര്യാദയ്ക്ക് നോക്കില്ല, അവളെങ്ങനെ ഇപ്പോൾ കുട്ടീനെ നോക്കണേ, അവൾ അങ്ങനെയാണോ കുട്ടീനെ നോക്കണ്ടേ, അതിങ്ങനെ പറയും. എന്തുകൊണ്ടാണ് ഒരമ്മ ഒരു കുട്ടിക്ക് കെയർ കൊടുക്കാത്തൊരവസ്ഥയിലേക്ക് ആ അമ്മ മാറുന്നേ എന്നുള്ളതിനെ കുറിച്ചിട്ട് ആരും ചിന്തിച്ചിട്ടില്ല. പക്ഷേ ആഫ്റ്റർ ദിവ്യ ജോണി വീഡിയോ ഞാൻ കുറേ ഇരുന്ന് ആലോചിച്ചു. വളരെയധികം യാതനകളും ത്യാഗവും സഹിച്ചിട്ടാണ് ഒരു കുട്ടിയെ പ്രസവിക്കുന്നത്. ആ സ്ട്രഗിള് അതൊരിക്കലും ഒരു പുരുഷൻ എന്നുള്ള നിലയ്ക്ക് എനിക്കത് മനസ്സിലാവില്ല. എനിക്ക് എൻ്റെ സ്ട്രഗിൾ മനസ്സിലാവും. ഒരു ലേഡിയുടെ ഫിസിക്കൽ സ്ട്രഗിൾസോ മെൻ്റൽ സ്ട്രഗിൾസോ എനിക്കൊരിക്കലും കണക്റ്റ് ആവില്ല, മനസ്സിലാവില്ല. നമുക്കത് വാക്കുകളിലൂടെ അല്ലെങ്കിൽ അവർ പറയുന്നതിലൂടെ മാത്രം കിട്ടുന്നൊരു എക്സ്പീരിയൻസ് ആണത്. അതങ്ങനെയാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും വന്നിട്ട് അയ്യോ പത്തോ എന്ന് പറയുന്ന പോലെയല്ല, ആണുങ്ങൾക്കത് കണക്റ്റ് ആവാൻ പാടാണ്. അവർ പറയുന്ന വാക്കുകളുടെ വേദന അല്ലെങ്കിൽ അവർ പറയുന്ന വാക്കുകളുടെ ഇൻറ്റൻസിറ്റി മാത്രമേ നമുക്കത് എടുക്കാൻ പറ്റൂ. അതിലും കൂടുതൽ നമുക്ക് ആണുങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ ഇതിൽ എനിക്ക് കിട്ടിയ ഇൻറ്റൻസിറ്റിയെ കുറിച്ച് ഞാൻ പറയുന്നത്, ഓൾറെഡി അമ്മ നഷ്ടപ്പെട്ടൊരു കുട്ടി ലൈഫിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരാളപ്പം ഇറങ്ങിത്തിരിക്കുന്നു. അവരുടെ വീട്ടിൽ നിന്ന് വരുന്ന കുത്തുവാക്ക്, കല്യാണം കഴിച്ച വ്യക്തി കൊടുക്കാത്ത ഒരു കെയറിൻ്റെ ഒരു സാധനം ഉണ്ട്. പിന്നെ ആകെ മൊത്തം ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ ഒരു അമ്മയിലേക്ക് വരുന്ന റെസ്പോൺസിബിലിറ്റി, എല്ലാം കൊണ്ടും എല്ലാ സ്ത്രീകൾക്കും ആ സിറ്റുവേഷൻ ഒരുപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണമെന്നില്ല. ചില ടൈമിൽ അവർ മെൻ്റലി വേറൊരു മൂഡിലേക്ക് പോകും. അങ്ങനെ മാറുന്ന ആളുകളിൽ വളരെ റെയറായിട്ട് ഇപ്പോൾ ദിവ്യ ജോണിയെ പോലുള്ള ഒരാൾ പല സാഹചര്യങ്ങളിലായിട്ട് പോലീസിനെയും കൗൺസിലിങ്ങിനെയും ഒക്കെ ബന്ധപ്പെട്ട് അവർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് അറിയിച്ചിട്ടും വീട്ടിലതൊക്കെ അറിയിക്കാൻ ശ്രമിച്ചിട്ടും അവർക്കൊരു അറ്റൻഷൻ കൊടുക്കാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ അവരാ ഒരു രോഗത്തിൻ്റെ ആ ഒരു സ്റ്റേജിൽ അവരാ കുട്ടിയെ കൊന്നുകളഞ്ഞു. കൊല്ലുന്നത് ന്യായീകരിക്കുന്നതല്ല, ബട്ട് മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം അവർക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആയിരുന്നു
ആ സ്റ്റേജിലാണ് അവരത് ചെയ്തതെന്നുള്ളതൊക്കെ രോഗം സ്ഥിരീകരിച്ചു ഒക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ അവരവരുടെ ബാക്കി ലൈഫിലേക്ക് തിരിച്ചു വരുന്നതും ഇനിയുള്ള ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണം നോക്കുമ്പോഴൊക്കെയാണ് ഈ ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. അങ്ങനെയാണ് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും ആ സ്റ്റേജൊക്കെ കൂടുതൽ ആളുകൾ അറിഞ്ഞു വരുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആളുകൾക്ക് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് പ്രസവത്തിന് ശേഷം ഭാര്യമാർക്ക് കറക്റ്റ് കെയർ കൊടുക്കാനും പ്രസവത്തിന് മുമ്പാണെങ്കിലും അവരെ ശരിക്കും കെയർ ചെയ്യാനും എല്ലാത്തിനും ഇപ്പോഴത്തെ ജനറേഷൻ നോക്കുന്നുണ്ട്. പക്ഷെ മുൻ തലമുറയിൽ എപ്പോഴും അവൾ ശരിയല്ല, അവൾ കുട്ടീനെ നോക്കില്ല, അവളങ്ങനെയാണ് അവളിങ്ങനെയാണ്, ആ ഒരു സ്കീം ഉണ്ടായിരുന്നു അവിടെ. എന്താണെങ്കിലും ഈ കുട്ടിയുടെ ഒരു അവസ്ഥ അങ്ങനെയാണെന്നുള്ളതാണ് ഈ കുട്ടിയുടെ എൻറ്റയർ ലൈഫ് സ്റ്റോറി കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നുള്ള സാധനം ഉണ്ടല്ലോ, അതിന്റെ വേരിയേഷൻ മൂലമാണ് നമുക്ക് അസുഖം ഉണ്ടാകുന്നത്. അപ്പം എൻ്റെ ബ്ലഡ് ചെക്ക് ചെയ്തു, അസുഖം ഉണ്ട് എന്ന് എൻ്റെ ഡോക്ടറാണ് പറഞ്ഞേക്കുന്നത്. എനിക്ക് തന്നെ സംശയമായിരുന്നു എനിക്ക് അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന്. എന്തൊക്കെ മരുന്ന് കഴിക്കുന്നു? ലിഥിയം, എസെറ്റ്ലോപ്പാം, ഇതിപ്പം മിർട്ടാസ്. സൂസൈഡൽ ടെൻഡൻസി ഭയങ്കരമാണ് എന്ന് പറഞ്ഞപ്പം മാറ്റി തന്ന മരുന്ന് മിർട്ടാസ്. പിന്നെ ഉറങ്ങാൻ വേണ്ടി ക്ലോണാസെപ്പം, പിന്നെ ക്യുറ്റിപ്പിൻ. ദിവ്യയുടെ മകളുടെ പേര് അനുഭ എന്നാണ്. അനുഫ എന്ന് വെച്ചാൽ ലൈറ്റ്നിങ്, മിന്നൽ എന്നാണ് അർത്ഥം. അത് പേര് അന്വർത്ഥമാക്കി മിന്നൽ പോലെ വന്ന് മിന്നൽ പോലെ പോയൊരു കൊച്ച്. അന്ന് സമ്മർദ്ദം തലയ്ക്കുയറിയ ആ കെട്ട ദിവസം ദിവ്യ ഓർത്തെടുക്കുന്നത്, നമ്മളോട് പറയുന്നത് ഇങ്ങനെ: ഞാൻ നാളത്തേക്കുള്ള തോരന് അരിഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ഞാൻ വരുന്നത്. വന്നു, കുഞ്ഞിന് പാല് കൊടുത്തു, കുഞ്ഞിനെ എടുത്ത് ഇവിടെ എല്ലാം കൊണ്ട് നടന്നു. അതുവരെയൊക്കെ എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. പിന്നെന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പെട്ടെന്ന് കുഞ്ഞിനെ കൊണ്ട് ചെന്ന് ബക്കറ്റിൽ വെള്ളത്തിലിട്ടിട്ട് പെട്ടെന്ന് അത് കയ്യും കാലും ഇട്ട് അടിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഓടിപ്പോയി എടുത്ത് തവർത്തിയിട്ട് ഞാൻ ഇപ്പം ഈ ഇരുന്ന് സംസാരിക്കുന്ന ഈ റൂമിലായിരുന്നു ഞാനും കുഞ്ഞും അന്നൊക്കെ കിടന്നിരുന്നത്, തറയിൽ പായ വിരിച്ചിട്ട്. അപ്പോൾ ഞങ്ങളിവിടെ കിടന്നു. കുറേ നേരം ഞാൻ കെട്ടിപ്പിടിച്ച് കിടന്നു കൊച്ചിനെ. പിന്നെ എപ്പോഴാണ് മൈൻഡ് മാറിയെന്ന് എനിക്കറിയത്തില്ല. കുഞ്ഞിൻ്റെ ഒരു കുഞ്ഞ് തലയണ ഉണ്ടായിരുന്നു, അതെടുത്ത് വെച്ചിട്ട് ശ്വാസം മുട്ടിച്ചു. പിന്നെ നല്ല രീതിയിൽ ആയപ്പോഴത്തേക്ക് കൊച്ചിനെ തട്ടി വിളിച്ചപ്പം അനക്കമൊന്നുമില്ലായിരുന്നു. അങ്ങനെ എനിക്ക് എന്തോ ചെയ്യുമെന്ന് വെപ്രാളപ്പെട്ടിട്ട് ആദ്യം ഹസ്ബൻഡിനെയോ അച്ഛനെയോ വിളിക്കണം എന്നാണ് മനസ്സിൽ വിചാരിച്ചത്. പക്ഷെ അവരുടെ റിയാക്ഷൻ എങ്ങനെ ആയിരിക്കും, എന്നെ അവർ അടിച്ചു കൊന്നു കളയുമായിരിക്കുമല്ലോ എന്നൊക്കെ ഓർത്ത് പെട്ടെന്ന് തന്നെ ഞാൻ 100 വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ അസ്വസ്ഥതകളുള്ള ഒരാളായിരുന്നു, കൊച്ചിനെ ഞാനിങ്ങനെ ഉപദ്രവിച്ചു, എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യ, നിങ്ങൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേഗം ചെയ്യണം എന്ന് പറഞ്ഞ് അവർ ആംബുലൻസ് വിട്ട്. പക്ഷെ ആംബുലൻസൊക്കെ വരുന്നതിന് മുന്നേ തന്നെ അച്ഛനും അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയും കുഞ്ഞിനെ കാണാനായിട്ട് വന്ന ചേച്ചിയും കൂടെ വന്ന് കതകിന് മുട്ടി വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കതക് തുറന്നു. അച്ഛൻ പെട്ടെന്ന് കൊച്ചിനെ എടുത്ത് എൻ്റെ കയ്യിൽ തന്ന് ഞാൻ ആ ചേച്ചിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി, ഓടിപ്പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അന്നാണ് ഞാൻ അവസാനമായിട്ട് എൻ്റെ കുഞ്ഞിനെ കാണുന്നത്. ലൈഫിൻ്റെ എല്ലാ സ്റ്റേജിലും ഭയങ്കരമായൊരു ട്രോമ ഉള്ളൊരു പെൺകുട്ടി. ആദ്യം തന്നെ അമ്മ നഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെട്ട ആളുടെ ഒപ്പം ജീവിതം തുടങ്ങിയപ്പോൾ ആ വ്യക്തിയുടെ വീട്ടിൽ നിന്ന് വരുന്ന കുത്തുവാക്ക് കാര്യങ്ങൾ കല്യാണം കഴിച്ച വ്യക്തിയിൽ നിന്നാണെന്നുണ്ടെങ്കിലും റിജക്ഷൻ എന്നുള്ള രീതിയിൽ ആ കുട്ടിക്ക് തോന്നി തുടങ്ങി. ഇതിൽ ആ വ്യക്തിയോ വീട്ടുകാരെയോ നമ്മൾ കംപ്ലീറ്റ്ലി കുറ്റം പറയുന്നതല്ല, ആ കുട്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന സിറ്റുവേഷനാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ പെട്ടെന്ന് ഗർഭിണിയാവുന്നു. ആ റെസ്പോൺസിബിലിറ്റി, അമ്മ എന്ന് പറഞ്ഞ റെസ്പോൺസിബിലിറ്റി തലയിൽ വരുന്നു. പിന്നെ അറിയാമല്ലോ നമ്മുടെ സൊസൈറ്റിയിൽ ഇതിൽ ഈ കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, ഭയങ്കര ഏർലിയാണ് നിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടാവണേ എന്നുള്ളത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാരൻസ്. സോ അങ്ങനെ ഒരു കുട്ടി ഉണ്ടായി വരുന്ന സമയത്ത് എപ്പോഴും ആ കുട്ടിയെ ഒരു കുത്തുവാക്ക് വരാനും ഇവർക്കൊരു കുത്തുവാക്ക് വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവും. അതൊന്നും തള്ളിക്കളയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. അങ്ങനെ കംപ്ലീറ്റ്ലി കോർണർ ചെയ്യപ്പെട്ട് ലൈഫിൽ ഉറക്കം നഷ്ടപ്പെട്ട് ലൈഫിൽ സ്വയം ഞാനല്ലാതായി മാറുന്നു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ട ഒരു ലേഡി. അവരവരുടെ രോഗാവസ്ഥ തിരിച്ചറിഞ്ഞ സമയത്തൊക്കെ പിങ്ക് പോലീസിനെ വരെ അവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവർ പല കൗൺസിലിംഗ് സെൻറ്റേഴ്സിനോട് വിളിച്ചു, അങ്ങനെ പല രീതിയിലുള്ള ഹെൽപ്പിന് അവർ ശ്രമിച്ചു. അതൊന്നും അവർ കിട്ടിയില്ല.
അറ്റ് ലാസ്റ്റ് അവരുടെ കൈ കൊണ്ട് തന്നെ അവരവരുടെ കുട്ടിയെ കൊന്നു കളഞ്ഞു. അപ്പം അങ്ങനെയുള്ളൊരമ്മ, ആ അമ്മയുടെ ലൈഫ് സ്ട്രഗിള്, അവരുടെ രോഗാവസ്ഥ, കാര്യങ്ങൾ എല്ലാം പുറം ലോകം അറിഞ്ഞതിന് ശേഷവും വീണ്ടും അവരെവിടെയെങ്കിലുമൊക്കെ ചെല്ലുന്ന സമയത്തോ അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം മുന്നോട്ട് കിട്ടുമോ എന്നറിയാതെ നടക്കുമ്പോഴൊക്കെ സൊസൈറ്റി വീണ്ടും അവർ ഒറ്റപ്പെടുത്തി. അതാണ് അന്ന് അവർ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ജോഷ് ടോക്കിൽ അവർ പറഞ്ഞിരുന്നത് ഇതായിരുന്നു: ഇപ്പോഴും എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലും നോക്കുന്നത് സ്വന്തം കുട്ടിയെ കൊന്ന അമ്മയല്ലേ ഇവളെന്താ അമ്മയാണ്, ആ രീതിയിൽ നോക്കാൻ തുടങ്ങി. ഈ രോഗാവസ്ഥയെക്കുറിച്ച് ആർക്കും അറിയില്ല. അപ്പം അങ്ങനത്തെ ഒരു ആഫ്റ്റർ ദിസ് ഓൾ ഇൻസിഡൻറ്റ് അതും അവർ സഫർ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. പിന്നെ അവർ ഐപ്പുള്ളിക്കാരൻ്റെ പറഞ്ഞ കാര്യമാണ്, ഇനിയൊരു കല്യാണമില്ല, ഒറ്റയ്ക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് താല്പര്യം. ഇനി അമ്മയാകുമോ ദിവ്യ? ഞാൻ ചോദിച്ചു. അതിന് കൃത്യമായ ഉത്തരം അവൾക്ക് പറയാനുണ്ടായിരുന്നു. ഇനിയൊരു കുഞ്ഞെന്ന് പറയാൻ എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയൊരു മോനോ മോളോ ഉണ്ടായാൽ ഞാൻ അതിനെ എന്തെങ്കിലും ചെയ്തു പോയാലോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ട്. അതുകൊണ്ട് ഇനി ഒറ്റയായിട്ട് അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചേക്കുന്നത്. കല്യാണവും വേണ്ട, ഒന്നും വേണ്ട. 6 മാസം കഴിയുമ്പോഴത്തേക്ക് ഡിവോഴ്സിന് ചെയ്തു തരാമെന്ന് ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പം ഒരു ജോലി വാങ്ങിക്കണം. എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളിങ്ങനെ ആയതുകൊണ്ട് ജോലിയൊക്കെ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഒരു ജോലി കിട്ടണം, അച്ഛനെ നോക്കണം, മുന്നോട്ടുള്ള കാലം എങ്ങനെയെങ്കിലുമൊക്കെ ഈ ഭൂമിയിൽ അങ്ങോട്ട് കഴിച്ചു കൂട്ടണം. അത്രയേ. ഒറ്റയ്ക്ക് ജീവിക്കണം, ഡിവോഴ്സ് ചെയ്ത് ഇനി അങ്ങോട്ട് ഒറ്റയ്ക്ക് മതി എന്ന് പറഞ്ഞ് പോയ അതേ ദിവ്യയെ ഞാൻ ഈ കുട്ടിയെ 2 മാസം മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കല്യാണം കഴിഞ്ഞു എന്നും 5 മാസം പ്രഗ്നൻ്റ് ആണെന്നും പറഞ്ഞു. നല്ല ഹസ്ബൻഡാണെന്നും വീട്ടുകാർ നല്ല സ്നേഹമാണെന്നും അങ്ങനെ കുറേ സംസാരിച്ചു. നാട്ടിൽ നിന്നും കണ്ണൂരിലേക്ക് പോകുന്ന വഴിയായിരുന്നു നല്ല നിഷ്കളങ്കയായ പെൺകുട്ടി എന്ന കമൻ്റ് ഇട്ടതിനോട് അവിടെയാണ് എനിക്ക് സംശയം തോന്നി. കാരണം ഇവരുടെ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നു. ആൻഡ് റീസെൻ്റ്ലി എന്തെങ്കിലും ഇവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ ഗുഡ്നെസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ ചാനലിൽ അവരുടെ ഈ പറഞ്ഞ ബൈബിൾ വാക്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് കാണാനിടയാവുന്നു. പെട്ടെന്ന് അവരുടെ മരണ വാർത്ത നമ്മളുടെ മുന്നിലേക്ക് വരുന്നു. ആ മരണ വാർത്തയിൽ പ്രത്യേകിച്ചും ഒരു വേറെ ഡീറ്റെയിൽസ് ഒന്നും അതിനകത്ത് കാര്യമായിട്ടൊന്നും ഇല്ല. സോ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ടൈമിലാണോ ഈ കുട്ടിക്ക് ഇതിങ്ങനെ സംഭവിച്ചേ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിച്ച് പോയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ചെയ്യാനുള്ള കാരണം. പിന്നെ ഓബ്വിയസ്ലി ഈ ഒരു സ്റ്റേജ് ലൈഫിൽ, അതായത് എങ്ങനെയാണ് ഇവർ ഒറ്റപ്പെടുന്നത്, അതായത് സ്ത്രീകൾ ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ അവർ ഈ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ സ്റ്റേജിൽ വരുമ്പോൾ അതാരും മനസ്സിലാക്കാതെ പോകുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മളെ ചുറ്റുപാടും ഉണ്ട്. കുറച്ചാർക്കെങ്കിലും അവയർനെസ് ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലും കൂടിയാണ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ. ആൻഡ് ഒരു ക്യൂരിയോസിറ്റി, ഈ കുട്ടിക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി. ഞാൻ ആ പ്രൊഫൈലിൽ എന്തായാലും മെസ്സേജ് അയച്ചിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു കണ്ടന്റ് ആക്കിയിട്ട് ഞാൻ ചെയ്യാം. കാരണം അങ്ങനെ ഒരിക്കലും ഇനി കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ കുട്ടി പെട്ടെന്ന് ഇതേപോലുള്ളൊരു ന്യൂസ്, ആ കുട്ടി മരിച്ചു എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് വീണ്ടും നമുക്ക് ഇതേപോലെ ഒരു ഒന്നും ഇല്ലാത്ത സമയത്താണല്ലോ അങ്ങനെ ഒരു കമൻറ്റ് കണ്ടത്. അപ്പോൾ അത് കണ്ട സമയത്ത് എനിക്ക് ഇനിയിപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഒരു വട്ടം വന്ന് അവരിങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി, പിന്നെ അവർ കല്യാണം കഴിച്ച് പിന്നെ അവർ പ്രഗ്നൻ്റ് ആണെന്നൊക്കെ പറയുമ്പോൾ അതെന്താണെന്നുള്ളത് കണക്റ്റ് ആവാത്തതുകൊണ്ടാണ്. ഓക്കെ, എന്താണെങ്കിലും നോക്കാം നമുക്ക്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു അമ്മയുടെ തലയിൽ മാത്രം ഇട്ട് കൊടുക്കേണ്ട ഒരു കാര്യമല്ല അത്. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും എൻറ്റയർ ഫാമിലി ആണെന്നുണ്ടെങ്കിലും സൊസൈറ്റി ആണെന്നുണ്ടെങ്കിലും ഈ ലോകത്തേക്ക് വരുന്ന ഒരു പുതിയ ജീവനെ നമ്മുടെയൊക്കെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഏറ്റെടുക്കുക എന്നുള്ളത് നമുക്ക് പറയാനുള്ളൂ. ലെറ്റ്സ് സീ, എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ഈ ഒരു സിറ്റുവേഷനിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നിയമം അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം അവർക്ക് കറക്റ്റ് കെയർ കൊടുക്കാൻ പറ്റണം. ഇപ്പോൾ ഈ പെൺകുട്ടി കുറേ സാഹചര്യത്തിൽ പല കൗൺസിലിംഗ് സെൻറ്റേഴ്സിനെയും പിങ്ക് പോലീസിനെയും ഒക്കെ വിളിക്കുന്ന ഒരു അവസ്ഥ ലൈഫിൽ വന്നിട്ടുണ്ട്. അവിടെ നിന്നൊരു കെയർ കിട്ടിയിട്ടില്ല. അങ്ങനെ ആവരുത്. ഇതേ സിറ്റുവേഷനിൽ പോസ്റ്റ്മോർട്ടം സിറ്റുവേഷനിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രോപ്പർ കെയർ കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഗവൺമെൻറ്റും ബാക്കി പരിപാടീസും ചെയ്യണം. അതൊക്കെയാണ് സ്ത്രീ സംരക്ഷണം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ ഇതിലെന്തെങ്കിലും ഒരു അപ്ഡേറ്റ് കിട്ടുമോ എന്നുള്ളത്.